ഹലോ, നമസ്കാരം. ഇന്ന് നോക്കുന്നത് നമുക്ക് പോസ്റ്റിൽ നമുക്കൊരു ഗിഫ്റ്റ് വന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു, നമ്മളോട് വർക്ക് ചെയ്യുന്ന സുഹൃത്ത് പറഞ്ഞായിരുന്നു പുള്ളി നമുക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് പാർസൽ ഇന്ന് വന്നു. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഈ സാധനം ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് നമ്മുടെ സുഹൃത്ത് നമുക്ക് അയച്ചൊരു ബോട്ടിൽ. ഫുജി ജാപ്പനീസ് വിസ്കിയാണ്. ഇതിലും നമ്മുടെ മൗണ്ട് ഫുജീൻ്റെ ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ അടി നോക്കിയാലും കാണാം നമുക്കൊരു മൗണ്ട് ഫുജീൻ്റെ ഷേപ്പിൽ ആ ഗ്ലാസിൻ്റെ അകത്തൊരു ഒരു മൗണ്ടൈൻ്റെ ഷേപ്പ് അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫുജി കോട്ടംബ ഡിസ്റ്റിലറി ഉണ്ടാക്കിയേക്കുന്ന സംഭവമാണ്. ഗിഫ്റ്റ് ഫ്രം മൗണ്ട് ഫുജി എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ആൽക്കഹോൾ പെർസെൻറ്റേജ് വരുന്നത് 46% ആൽക്കഹോൾ വരുന്നത്. ഈ വിസ്കി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. വിസ്കിയുടെ കളർ വരുന്ന ഇച്ചിരി ഒരു ഡാർക്ക് ഷെയ്ഡിലേക്കാണ് കളർ വരുന്നത്. ഇതിൻ്റെ ഈ കവറിൻ്റെ പുറകിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വായിച്ച് നോക്കി. അപ്പോൾ അതിലൊരു കൊടുത്തിരിക്കുന്നത് ഈ വിസ്കി അവർ നെയിം ചെയ്തേക്കുന്നത് അവരുടെ സേക്രഡ് സിമ്പിൾ, ജാപ്പനീസിൻ്റെ ഒരു സേക്രഡ് സിമ്പിളായ മൗണ്ട് ഫുജിയുടെ അതിലാണ് ഇതിന് ഈ വിസ്കിക്ക് പേര് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഫുജി ഗോട്ടംബ ഡിസ്റ്റിലറി സ്ഥിതി ചെയ്യുന്നത് ഈ മൗണ്ട് ഫുജിയുടെ പീക്കിൽ നിന്ന് വെറും 7.5 മൈൽ ദൂരം മാത്രമാണ്. അതിൻ്റെ ചുറ്റും കാടാണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് മൗണ്ട് ഫുജിയുടെ ഏറ്റവും അടുത്തുള്ള ഡിസ്റ്റിലറി. പിന്നെ ഇവർ മാത്രമാണ് ഈ മൗണ്ട് ഫുജിയിൽ നിന്നുള്ള മഞ്ഞ് ഉരുക്കി വരുന്ന വെള്ളവും റെയിൻ വാട്ടറും ആണ് ഇവർ വിസ്കി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം. എഴുതിയേക്കുന്ന 50 വർഷം എടുക്കും ഈ മൗണ്ട് ഫുജിയുടെ പീക്കിൽ നിന്ന് വെള്ളം ഈ ഡിസ്റ്റിലറിയുടെ അടിയിലെത്താനായിട്ട്. പ്രകൃതി തന്നെ ഫിൽട്ടർ ചെയ്ത് പോളിഷ് ചെയ്ത് തരുന്ന വെള്ളമാണ്. ആ വെള്ളമാണ് ഒരു വിസ്കിയിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ഓരോരുടെ ചരിത്രം ഇതിൽ എഴുതിയിട്ടുണ്ട്. ടേസ്റ്റ് പറഞ്ഞേക്കുന്നത് ആപ്പിളിൻ്റെ പൈനാപ്പിൾ കുറച്ച് ഫ്രൂട്ടി ആയിട്ടുള്ള ഫ്ലേവറാണ് കൊടുത്തേക്കുന്നത്. ഫ്രൂട്ട് അരോമാസും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതാണ് നമുക്കൊരു സർപ്രൈസായിട്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറിനായിട്ട് നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ് നമ്മുടെ ഒരു സുഹൃത്ത് വഴി. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു പാക്കേജിങ്ങും പരിപാടിയൊക്കെയാണ്. ഓക്കെ, സംഭവം കൊള്ളാം. അപ്പം നമുക്ക് ഇന്നടിക്കുന്നില്ല, നമുക്ക് നാളെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഏതെങ്കിലും ദിവസം അടിക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.